ബൊക്കാഷി ബക്കറ്റ് ഉപയോഗക്രമം. ആദ്യമായി ബൊക്കാഷി കിറ്റിനോടൊപ്പം ലഭിക്കുന്ന ശർക്കര ബൊക്കാഷി ബക്കറ്റിൽ പകുതി നിക്ഷേപിക്കുക. അതിനുശേഷം ബൊക്കാഷി കിറ്റിനോടൊപ്പം ലഭിക്കുന്ന ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ 1 സ്പൂൺ എടുത്ത് ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കുക. ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ വിതറിയ ശേഷം അതിനോടൊപ്പം ലഭിക്കുന്ന ഫിൽറ്റർ അതിനു മുകളിലായി പ്ലേസ് ചെയ്യുക. അതിനുശേഷം കമ്പോസ്റ്റ് മേക്കർ 1 സ്പൂൺ കൂടെ ഫിൽറ്ററിന് മുകളിലായി വിതറുക. അതിനുശേഷം അടുക്കള അവശിഷ്ടങ്ങൾ ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കുക. അതിനുശേഷം ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ അവശിഷ്ടങ്ങൾക്ക് മുകളിലായി വിതറുക. ഇനി അടപ്പ് വച്ച് നന്നായി ക്ലിപ്പിട്ട് അടച്ചുവെക്കുക. കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കാത്തിടത്ത് സുരക്ഷിതമായി വെക്കുക. ഓരോ ദിവസത്തെയും ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ 2-3 സ്പൂൺ വിതറേണ്ടതാണ്. ഇത് ബൊക്കാഷി ബക്കറ്റ് നിറയുന്നതുവരെ ആവർത്തിക്കുക. ബൊക്കാഷി ബക്കറ്റിൽ വേസ്റ്റ് നിറഞ്ഞതിനു ശേഷം 15 ദിവസത്തെ ഫെർമെന്റേഷനായി നമ്മൾ മാറ്റിവെക്കുന്നു. ഇതിനിടയിൽ ഫെർമെന്റേഷൻ പീരീഡിൽ 2 ദിവസം ഇടവിട്ട് നിർബന്ധമായും ബൊക്കാഷി ടീ കളക്ട് ചെയ്യേണ്ടതാണ്. 15 ദിവസങ്ങൾക്ക് ശേഷം ബൊക്കാഷി കമ്പോസ്റ്റ് ബക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനു മുകളിലായി ഒരു വെളുത്ത മോൾഡിംഗ് കാണാൻ സാധിക്കും. അതിനർത്ഥം നമ്മുടെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ സക്സസ് ആയി എന്നുള്ളതാണ്. ഇത് ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കമ്പോസ്റ്റ് 1:3 എന്ന അനുപാതത്തിൽ മണ്ണിലോ ചകിരിച്ചോറിലോ മിക്സ് ചെയ്ത് പൗഡർ ഫോമിൽ 15 ദിവസത്തിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ശരാശരി കുടുംബങ്ങളിൽ 15 ദിവസങ്ങൾക്കുള്ളിൽ ബൊക്കാഷി ബക്കറ്റ് നിറയുന്നതാണ്. ബൊക്കാഷി ബക്കറ്റ് വാങ്ങുന്നത് വഴി ബൊക്കാഷി യൂസർ മാനുവൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യൂസർ മാനുവലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായി പാലിക്കുന്നത് വഴി കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബക്കറ്റിന്റെ പുറകിലായി ഇത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി ഇതിനെക്കുറിച്ചുള്ള ഉപയോഗത്തിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഇത് നമുക്ക് കിച്ചൺ ക്യാബിനിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്.